2021 സെപ്റ്റംബർ മാസം നടന്ന ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ബയോളജി എക്സാമിനേഷനിലെ +1 ബോട്ടണി പാർട്ടിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത്തവണ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 30 സ്കോറിന് പകരം 60 സ്കോറിന് ഉള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് തന്നിരിക്കുന്നത്. അതിൽ 30 മാർക്കിനുള്ള ഉത്തരങ്ങൾ എഴുതിയാൽ മതിയാകും. എന്നിരുന്നാലും കൂടുതൽ മാർക്കിനുള്ള ഉത്തരങ്ങൾ എഴുതിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഏതാണോ അതാകും പരിഗണിക്കുക. ബയോളജിയിലെ ബോട്ടണി പാർട്ട് 30 സ്കോറിലാണുള്ളത്. 1 മണിക്കൂറാണ് എക്സാമിനേഷൻ്റെ റൈറ്റിംഗ് ടൈം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഇതിനകം നിങ്ങൾക്ക് മനസ്സിലായി കാണും. 3 പാർട്ടുകളായിട്ടാണുള്ളത്. 1 മാർക്കിൻ്റെ പാർട്ട് 1, 2 മാർക്കിനുള്ള ചോദ്യങ്ങളടങ്ങിയ പാർട്ട് 2, 3 മാർക്കിൻ്റെ ചോദ്യങ്ങളടങ്ങിയിട്ടുള്ള പാർട്ട് 3. അതിൽ ഒന്നാമത്തെ പാർട്ട് നമുക്ക് തുടങ്ങാം. ആൻസർ എനി 3 questions from 1 to 6. Each carries 1 score. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരമെഴുതുക. 1 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒബ്സർവ് ദി ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ആദ്യത്തെ 2 പദങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ലൈക്കൻ അസോസിയേഷൻ വിത്ത് ഫഞ്ചൈ ആൻഡ് ആൽഗ ഡാഷ് അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ലൈക്കൻ ഫംഗസും ആൽഗയും തമ്മിലുള്ള സഹജീവനമാണെങ്കിൽ ഫംഗസും ഉയർന്ന തരം സസ്യങ്ങളിലെ വേരുകളിൽ തമ്മിലുള്ള സഹജീവനത്തിന് പറയുന്ന പേര് അതാണ് എഴുതേണ്ടത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം NCERT ബുക്കിലെ 22ാമത്തെ പേജിൽ കിടക്കുന്നുണ്ട്. ഈ സ്ലൈഡിന് ഇടതുവശത്ത് താഴെ പേജ് നമ്പർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇനിയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഭാഗത്താണ് കിടക്കുന്നത് എന്ന് കാണിക്കുന്ന പേജ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ആ ടെക്സ്റ്റ് ഏരിയയുടെ സ്ലൈഡും കാണിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ വന്നിരിക്കുന്ന ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ടെക്സ്റ്റ് ഏരിയ നോക്കൂ. മോസ്റ്റ് ഫഞ്ചൈ ആർ ഹെറ്ററോട്രോഫിക് ആൻഡ് അബ്സോർബ് സൊല്യൂബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്സ് ആൻഡ് ഹെൻസ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. അതിൻ്റെ താഴെ ഏറ്റവും ഒടുവിലത്തെ സെൻറ്റൻസായി ദേ ക്യാൻ ഓൾസോ ലിവ് ആസ് സിംബയോൺസ് ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ ആസ് ലൈക്കൻസ് ആൻഡ് വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആസ് മൈക്കോറൈസ. സോ ദി ആൻസർ ഈസ് മൈക്കോറൈസ. മൈക്കോ എന്ന് പറഞ്ഞാൽ ഫംഗസ്, റൈസ എന്ന് പറഞ്ഞാൽ റൂട്ട്. ഫംഗസ് ഇൻ അസോസിയേഷൻ വിത്ത് റൂട്ട് ഈസ് കോൾഡ് മൈക്കോറൈസ. ഈ ലാസ്റ്റ് പോയിൻറ്റിനെ അധികരിച്ചിട്ടുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യമായി ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഫിൽ ഇൻ ദി ബ്ലാങ്ക്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. DNA സിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡാഷ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ. DNA സിന്തസിസ് കോശചക്രത്തിലെ ഡാഷ് എന്ന ഘട്ടത്തിലാണ് നടക്കുന്നത്. ആൻസർ. ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത് പേജ് നമ്പർ 163. അതിൽ ഇതിൻ്റെ ഉത്തരമായി വരുന്ന ടെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് കാണാം G1 ഫേസ് ഗ്യാപ്പ് 1, S ഫേസ് സിന്തസിസ്, G2 ഫേസ് ഗ്യാപ്പ് 2. സോ ഇവിടെ ആ താഴെയുള്ള പാരഗ്രാഫിൽ ഡ്യൂറിങ് G1 ഫേസ് ദ സെൽ ഈസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആൻഡ് കണ്ടിന്യൂസ്ലി ഗ്രോസ് ബട്ട് ഡസ് നോട്ട് റിപ്ലിക്കേറ്റ് ഇറ്റ്സ് DNA. S or synthesis phase marks the period during which DNA synthesis or replication takes place. അപ്പോൾ ഉത്തരം സിന്തസിസ് ഓർ എസ് ഫേസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. നെയിം ദി പ്ലാന്റ് ഹോർമോൺ വിച്ച് ഹെൽപ്സ് ടു ദി റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. പഴം പഴുക്കാൻ കാരണമായ സസ്യ ഹോർമോണിൻ്റെ പേര് എഴുതുക. ആൻസർ. ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത് 250ാമത്തെ പേജിലാണ്. എഥിലീൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ എക്സ്പ്ലനേഷനായിട്ടുള്ള പാരഗ്രാഫ് നോക്കൂ. Ethylene is a simple gaseous PGR. It is synthesized in large amounts by tissues undergoing senescence and ripening fruits. എഥിലീൻ്റെ സഹായത്തോടെയാണ് ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യുന്നത്. സോ ദി ആൻസർ ഈസ് ദി ഹോർമോൺ ഹെൽപ്പിംഗ് ഫോർ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ഈസ് എഥിലീൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. Fill in the blank.
എ ഫ്ലവർ ഹാവിംഗ് ബോത്ത് ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം ഈസ് ഡാഷ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ജനിപുടവും കേസരവും ഒരേ പുഷ്പത്തിൽ തന്നെ കാണുന്ന അവസ്ഥയെ ഡാഷ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ 72-ലുണ്ട്. അതിൽ ഫ്ലവറിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്ത് വെൻ എ ഫ്ലവർ ഹാസ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇറ്റ് ഈസ് ബൈസെക്ഷൽ. സോ ദി ആൻസർ ഈസ് ബൈസെക്ഷൽ. Question number 5. Name a bacteria responsible for nitrification. നൈട്രിഫിക്കേഷന് കാരണമായ ബാക്ടീരിയയുടെ പേര് എഴുതുക. ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ 201. അതിൽ അമോണിയ ഈസ് ഫസ്റ്റ് ഓക്സിഡൈസ്ഡ് ടു നൈട്രൈറ്റ് ബൈ ദി ബാക്ടീരിയ നൈട്രോസോമോണസ് ആൻഡ് ഓർ നൈട്രോകോക്കസ്. ദി നൈട്രൈറ്റ് ഈസ് further oxidized to nitrate with the help of bacterium Nitrobacter. These steps are called nitrification. These nitrifying bacteria are called chemoautotrophs. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏത് ഒരു ബാക്ടീരിയയുടെ പേര് എഴുതുന്നതും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരും. അതായത് നൈട്രോസോമോണസ് എന്നോ നൈട്രോകോക്കസ് എന്നോ നൈട്രോബാക്ടർ എന്നോ നിങ്ങൾക്ക് എഴുതാം. ഒന്നാമത്തെ സെക്ഷനിലെ അവസാനത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 6. നെയിം ദി യൂണിസെല്ലുലാർ ഫംഗസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ്. ബ്രെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏകകോശ ഫംഗസിൻ്റെ പേരെഴുതുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടുമ്പോൾ അത് 22-ാമത്തെ പേജിൽ കിങ്ഡം ഫഞ്ചൈ എന്ന സെക്ഷനിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ഉണ്ട്. അതിൻ്റെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം നോക്കിയാൽ സം യൂണിസെല്ലുലാർ ഫഞ്ചൈ എക്സാമ്പിൾ ഈസ്റ്റ് are used to make bread and beer. So the answer to this question is yeast, which is a unicellular fungus. നോക്കൂ, ഈ പേജിൽ നിന്ന് നേരത്തെ മൈക്കോറൈസ കിട്ടിയിരുന്നു. ഇപ്പോൾ ഈസ്റ്റ് എന്ന ഉത്തരവും ഈ പേജിൽ നിന്ന് കിട്ടുന്നു. Now section 2. Answer any 9 questions from 7 to 24. Each carries 2 scores. 7 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരമെഴുതുക. 2 സ്കോർ വീതം നിങ്ങൾക്ക് കിട്ടും. 18 മാർക്കിനുള്ള ചോദ്യങ്ങളാണിവ. ക്വസ്റ്റ്യൻ നമ്പർ 7. കംപ്ലീറ്റ് ദി ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ്. ശരിയായ പദങ്ങൾ ഉപയോഗിച്ച് പട്ടിക പൂർത്തിയാക്കുക. 3 കോളങ്ങളുള്ള ടേബിൾ തന്നിട്ടുണ്ട്. കോളം 1 ക്ലാസസ്, കോളം 2 കോമൺ നെയിം, column 3 stored food. Classes 1 chlorophyceae dash starch, 2 B dash brown algae D dash, and 3 rhodophyceae dash C and Floridian starch. ഇതിൽ ബ്ലാങ്ക് ഏരിയകളായിട്ടുള്ള ABCDയിലെ ഉത്തരങ്ങൾ എഴുതുക. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പേജ് നമ്പർ 33-ലെ ആൽഗകളെക്കുറിച്ചുള്ള ടേബിളിൽ നിന്ന് ലഭിക്കും. ഇതിൽ ക്ലാസസ്, കോമൺ നെയിം, സ്റ്റോർഡ് ഫുഡ് ഈ 3 കോളങ്ങളിലുള്ള ലേബലിങ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമത്തെ റോയിൽ കോമൺ നെയിമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. എ ഈസ് ഷോയിങ് ദി ക്ലോറോഫൈസിയയുടെ കോമൺ നെയിം. അത് ഉത്തരം ഗ്രീൻ ആൽഗ. രണ്ടാമത്തെ റോയിൽ ബി ബ്ലാങ്ക് ആണ്. ബ്രൗൺ ആൽഗയുടെ ക്ലാസിൻ്റെ പേരാണ്. ബ്രൗൺ ആൽഗ കോമൺ നെയിമാണ്. അതിൻ്റെ പേര് ഫിയോഫൈസിയെ. ഇനി മൂന്നാമത്തെ റോയിലാണ് സി ഡാഷ് കിടക്കുന്നത്. അത് റോഡോഫൈസിയയുടെ കോമൺ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. റോഡോഫൈസിയയുടെ കോമൺ നെയിം റെഡ് ആൽഗെ. ഡി ചോദിച്ചിരിക്കുന്നത് സ്റ്റോർഡ് ഫുഡാണ്. രണ്ടാമത്തെ റോയിൽ ബ്രൗൺ ആൽഗയുടെ സ്റ്റോർഡ് ഫുഡ്, ലാമിനാരിൻ ഓർ മാനിറ്റോൾ ഇതിലേതെങ്കിലും എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ ഉത്തരം എ ഗ്രീൻ ആൽഗ, ബി ഫിയോഫൈസിയെ, സി റെഡ് ആൽഗ ആൻഡ് ഡി മാനിറ്റോൾ ഓർ ലാമിനാരിൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. The arrangement of veins and veinlets in the lamina of leaf is termed as venation. Write any 2 types of venation. ഇലകളിൽ സിരകളുടെ ക്രമീകരണം വീനേഷൻ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും 2 തരത്തിലുള്ള വീനേഷൻ്റെ പേരെഴുതുക. ഇതിനുത്തരം പേജ് നമ്പർ 70-ൽ വീനേഷൻ എന്ന ഹെഡിൽ
താഴെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നു. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദി ലാമിന ഓഫ് ലീഫ് ഈസ് ടേംഡ് ആസ് വീനേഷൻ. When the veinlets form a network, the venation is termed as reticulate. When the veins run parallel to each other within the lamina, the venation is termed as parallel. So, the answer of this question is reticulate and parallel venations are the two types of venations. Question number 9. Match the following. ചേരുംപടി ചേർക്കുക. Column A, column B. Column A is having substages of meiosis 1, column B is having events. Substages: 1 diakinesis, 2 zygotin, 3 pakitin and 4 diplotin. Events: A formation of chiasmata, B crossing over, C synapsis and D terminalization of chiasmata. ഈ ചോദ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവും പേജ് നമ്പർ 168 ഉണ്ട്. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ സൈഗോട്ടീൻ്റെ ഭാഗമാണ് സൈനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഓർ സൈനാപ്സിസ് നടക്കുന്നത്. പാക്കറ്റീൻ്റെ ഭാഗമാണ് ക്രോസിംഗ് ഓവർ എന്നുള്ളത്. ക്രോസിംഗ് ഓവർ ഈസ് ഒക്കറിങ് ഡ്യൂറിങ് പാക്കറ്റീൻ. ഡ്യൂറിങ് ഡിപ്ലോട്ടീൻ ദി X-shaped structure called chiasmata forms. During diakinesis the terminalization of chiasmata occurs. To conclude in the table, 1 diakinesis is paired with the terminalization of chiasmata. 2 zygotin is paired with the synapsis. 3 pakitin is paired with the crossing over and 4 diplotin is paired with the formation of chiasmata. Question number 10. Mitochondria is known as the powerhouse of the cell. Why? മൈറ്റോകോൺട്രിയ കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണമെന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 135 പേജിൽ മൈറ്റോകോൺട്രിയയുടെ പടത്തിന് താഴെയുള്ള പാരഗ്രാഫിൻ്റെ താഴ്ഭാഗത്തുണ്ട്. Mitochondria are the sites of aerobic respiration. They produce cellular energy in the form of ATP. Hence, they are called powerhouses of the cell. Question number 11. Write any two functions of cell membrane. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 132 പേജിലുണ്ട്. The main function of cell membrane is to transport molecules across cells. This is done by two methods. One is passive transport. Here molecules can move across the membrane without any requirement of energy by diffusion or osmosis. And 2 active transport. Ions are transported across the membrane against their concentration gradient by utilizing energy. Then other functions of cell membrane are it helps in secretion, it helps in the cell division process. ഏതെങ്കിലും 2 ഫങ്ഷൻസ് എഴുതുക. Question number 12. Light reaction is a process involved in photosynthesis. പ്രകാശ സംശ്ലേഷണത്തിലെ ഒരു ഘട്ടമാണ് പ്രകാശഘട്ടം. A. What is light reaction? എന്താണ് പ്രകാശഘട്ടം? B. Where does it take place? എവിടെയാണ് പ്രകാശഘട്ടം നടക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പേജ് നമ്പർ 209. അതിൽ നടുവിലുള്ള പാരഗ്രാഫിൽ ദി മെംബ്രെയിൻ സിസ്റ്റം is responsible for trapping the light energy and also for the synthesis of ATP and NADPH. The set of reactions, since they are directly light driven, are called light reactions. The process in which the membrane system is responsible for trapping the light energy and also for the synthesis of ATP and NADPH is called light reaction. And answer to B, the process is occurring in the membrane system of grana. Question number 13. In some plants that are adapted to dry tropical regions have the C4 pathway. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരാൻ അനുകൂലനമുള്ള ചില സസ്യങ്ങളിൽ കാണപ്പെടുന്നത് C4 പാതയാണ്. A. Name the special type of anatomy seen in C4 plants.
C4 സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ആന്തരിക ഘടനയുടെ പേരെന്ത്? ബി. ലിസ്റ്റ് ഔട്ട് എനി 2 plants ദാറ്റ് ഷോസ് C4 pathway. C4 പാത കാണപ്പെടുന്ന 2 സസ്യങ്ങളുടെ പേരെഴുതുക. ഈ ചോദ്യത്തിന് ഉത്തരം പേജ് നമ്പർ 218. The particularly large cells around the vascular bundles of the C4 pathway plants are called bundle sheath cells, and the leaves which have such anatomy are said to have crans anatomy. Crans means wreath and is a reflection of the arrangement of cells. Crans anatomy ഉള്ള 2 plants maize and sorghum. amaranthus, sugarcane എന്നിവയും C4 പ്ലാന്റ്സിന് ഉദാഹരണങ്ങളാണ്. So in this, answer to A part is crans anatomy, and the answer to B, maize, sorghum, amaranthus, sugarcane. ഇതിൽ ഏതെങ്കിലും 2 ചെടികളുടെ പേരെഴുതുക. Question number 14. Sigmoid curve of growth is a characteristic of living organism growing in natural environment. Write any 2 phases seen in sigmoid growth curve. ജീവിവർഗങ്ങളിലെ സ്വാഭാവിക വളർച്ച സിഗ്മോയിഡ് കർവിലൂടെ സൂചിപ്പിക്കുന്നു. സിഗ്മോയിഡ് കർവിൽ കാണപ്പെടുന്ന ഏതെങ്കിലും 2 ഘട്ടങ്ങളുടെ പേരെഴുതുക. ഈ ചോദ്യത്തിൽ സിഗ്മോയിഡ് കർവ് നമുക്ക് തന്നിട്ടില്ല. പേജ് നമ്പർ 243 സിഗ്മോയിഡ് കർവിൻ്റെ പടമുള്ളത്. അത് ആ ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് ഈ 3 ഫേസുകൾ കാണാൻ പറ്റും. ലാഗ് ഫേസ്, എക്സ്പൊണൻഷ്യൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. ഇതിൽ ഏതെങ്കിലും 2 ഫേസുകളുടെ പേരെഴുതിയാൽ ഉത്തരമായി. ക്വസ്റ്റ്യൻ നമ്പർ 15. റൈറ്റ് എനി 2 events ടേക്സ് പ്ലേസ് ഇൻ Z സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ. പ്രകാശഘട്ടത്തിലെ Z സ്കീമിൽ നടക്കുന്ന ഏതെങ്കിലും 2 സംഭവങ്ങൾ എഴുതുക. ഈ ചോദ്യത്തിന് ഉത്തരം 212 പേജിൽ കൊടുത്തിരിക്കുന്ന Z സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഡയഗ്രമാറ്റിക് സ്കെച്ചിൽ നോക്കിയാൽ മനസ്സിലാകാം. Z സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷനിൽ വെച്ചിട്ടാണ് അസിമിലേറ്ററി പവേഴ്സ് ആയിട്ടുള്ള ATPയും NADPHും ഉണ്ടാകുന്നത്. കൂടാതെ ഫോട്ടോലൈസിസ് നടന്ന് വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് വിഘടിച്ച് ഹൈഡ്രോക്സിൽ അയോൺസും ഹൈഡ്രജൻ അയോൺസും ഉണ്ടാകുന്നു. അതിന് നടക്കുമ്പോൾ തന്നെയാണ് ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നത്. സോ ഇൻ ദിസ് Z scheme of light reaction, ATP is formed, NADPH is formed, photolysis is occurring and oxygen is released. ഈ പറഞ്ഞ സംഭവങ്ങളിൽ ഏതെങ്കിലും 2 എഴുതുക. ATP ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ATP ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇപ്പോൾ ATP സിന്തസിസ് എന്ന് എഴുതിയില്ലെങ്കിലും ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 16. വാട്ടർ മൂവ്മെൻറ്റ് ഇൻ ദി റൂട്ട് ലെയർ ടു xylem occurs by 2 distinct pathways. Which are they? വേരുകളിൽ നിന്നും സൈലത്തിലേക്കുള്ള വെള്ളത്തിൻ്റെ സഞ്ചാരം സാധ്യമാകുന്നത് പ്രധാനമായിട്ടും 2 പ്രധാന പാതകളിലൂടെയാണ്. ഏതൊക്കെയാണ് ആ പ്രധാന പാതകൾ? ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ 184 ഹൗ ഡു പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ എന്നുള്ളതിൻ്റെ താഴെ വൺസ് വാട്ടർ ഈസ് അബ്സോർബ്ഡ് ബൈ ദി റൂട്ട് ഹെയർസ് ഇറ്റ് ക്യാൻ മൂവ് ഡീപ്പർ ഇൻ ടു ദി റൂട്ട് ലെയേഴ്സ് ബൈ 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്വേസ്, അപ്പോപ്ലാസ്റ്റ് പാത്വേ ആൻഡ് സിംപ്ലാസ്റ്റ് പാത്വേ. So the answer is apoplast and symblast pathways. Question number 17. Write any 2 functions of mesosomes. മീസോസോമിൻ്റെ 2 ധർമ്മങ്ങൾ എഴുതുക. മീസോസോമിൻ്റെ ഉത്തരം കിടക്കുന്നത് 128-129 പേജുകളിലാണ്. 128 പേജിൽ തുടങ്ങി എ സ്പെഷ്യൽ മെംബ്രേനിയസ് സ്ട്രക്ചർ ഈസ് ദി mesosome, which is formed by the extensions of plasma membrane into the cell. These extensions are in the form of vesicles, tubules and lamellae. അതിൻ്റെ ഫങ്ഷൻസ് പറയുന്നത് they help in cell wall formation, DNA replication and distribution to daughter cells. They also help in respiration, secretion processes to increase the surface area of the plasma membrane and enzyme content. ഏതെങ്കിലും 2 ഫങ്ഷൻസ് എഴുതുക.
Question number 18. The Calvin cycle represents the main events in dark reaction. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടത്തിലെ ഒരു പ്രധാന പ്രവർത്തനമാണ് കാൽവിൻ സൈക്കിളിലൂടെ നടക്കുന്നത്. എ. നെയിം ദി 3 മെയിൻ സ്റ്റേജസ് ഓഫ് കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിളിൽ കാണപ്പെടുന്ന 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ബി. വാട്ട് ഈസ് ദി മെയിൻ പ്രോഡക്റ്റ് ഓഫ് കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിളിലൂടെ രൂപപ്പെടുന്ന പ്രധാന ഉൽപ്പന്നം എന്താണ്? കാൽവിൻ സൈക്കിളിൻ്റെ ടെക്സ്റ്റും ചാർട്ടും 216-17 പേജുകളിൽ കാണാവുന്നതാണ്. ചാർട്ട് നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് 3 സ്റ്റെപ്പുകളും കാണാം. ഒന്നാമത്തെ സ്റ്റെപ്പ് കാർബോക്സിലേഷൻ, 2 റിഡക്ഷൻ, 3 റീജനറേഷൻ. They are the steps involved in Calvin cycle. The end product of Calvin cycle is sugars or carbohydrates or starch. ഏതെങ്കിലും ഒരു പേര് എഴുതിയാൽ മതി. Question number 19. Agar is a commercial product obtained from algae. ചില ഇനം ആൽഗകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അഗർ. എ. നെയിം 1 ആൽഗ ഫ്രം വിച്ച് അഗർ ഈസ് ഒബ്റ്റൈൻഡ്. അഗർ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ആൽഗയുടെ പേരെഴുതുക. ബി. റൈറ്റ് എനി 1 യൂസ് ഓഫ് അഗർ. അഗറിൻ്റെ ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പേജ് നമ്പർ 32 അതിലാണുള്ളത്. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ അഗർ വൺ ഓഫ് ദി കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ജെലിഡിയം ആൻഡ് ഗ്രാസിലേറിയ ആർ യൂസ്ഡ് to grow microbes and in preparation of ice creams and jellies. So the answer is agar is obtained from Gelidium or Gracilaria. They are the algae from which agar is obtained. ഒരു ഉദാഹരണം എഴുതിയാൽ മതിയാകും. Agar is used in the preparation of the medium for growing microbes. It is used in tissue culture medium making process. It is also used in the making of ice creams and jellies. ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതുക. Question number 20. Differentiate endarch and exarch xylem. endarch xylem exarch xylem തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഇതിൻ്റെ ഉത്തരം 87-ാം പേജിലുണ്ട്. In stems, the protoxylem lies towards the center, that is pith, and the metaxylem lies towards the periphery of the organ. This type of primary xylem is called endarch. In roots, the protoxylem lies towards periphery and metaxylem lies towards the center. Such arrangement of primary xylem is called exarch. Question number 21. Observe the figure. Identify the types of vascular bundles. ചിത്രം നിരീക്ഷിച്ച് ചിത്രത്തിൽ കാണപ്പെടുന്ന സംവഹന നാളീവ്യൂഹങ്ങൾ തിരിച്ചറിഞ്ഞ് എന്താണ് എന്ന് എഴുതുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പടങ്ങൾ അടങ്ങുന്ന പേജ് പുസ്തകത്തിലെ 90-ാമത്തെ പേജാണ്. ഇതിൽ എ ഡയഗ്രം ഇൻഡിക്കേറ്റ്സ് ദി റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. ബി ഡയഗ്രം ഇൻ ദി ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റ്സ് the conjoined open vascular bundle. Question number 22. Differentiate between heartwood and sapwood. heartwoodും sapwoodും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? The answer to this question is in page number 96. The region comprises dead elements with highly lignified walls and is called heartwood. The heartwood does not conduct water, but it gives mechanical support to the stem. The peripheral region of the secondary xylem is lighter in color and is known as the sapwood. It is involved in the conduction of water and minerals from the root to the leaf. Question number 23. Name the products obtained from anaerobic respiration by yeast. ഈസ്റ്റിൽ അവായു ശ്വസനത്തിൻ്റെ ഫലമായി ഉണ്ടാക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ദി ആൻസർ ഈസ് ഇൻ പേജ് 230. In fermentation, say by yeast,
The incomplete oxidation of glucose is achieved under anaerobic conditions by sets of reactions where pyruvic acid is converted to carbon dioxide and ethanol. So the end products of anaerobic respiration in yeast are the carbon dioxide and ethyl alcohol or ethanol. Question number 24. The figure below shows three types of facilitated diffusion. Identify the type of movement seen in A and B. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ 3 വിധത്തിലുള്ള ഫെസിലിറ്റേറ്റഡ് വൃതിവ്യാപനം നടക്കുന്നതായി കാണിച്ചിരിക്കുന്നു. എയിലും ബിയിലും നടക്കുന്ന ചലനങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 177 പേജിലുള്ള ഡയഗ്രത്തിലുണ്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ കാണിക്കുന്ന ഈ ഡയഗ്രത്തിൽ A indicates the antiport and B indicates the symport. So the answer is A antiport, B symport. ഇനി മൂന്നാമത്തെ സെക്ഷൻ, ആൻസർ any 3 questions from 25 to 30. Each carries 3 scores. ഇവിടെ 6 ചോദ്യങ്ങളുണ്ട്. 3 എണ്ണത്തിന് ഉത്തരമെഴുതണം. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വെച്ച്. അങ്ങനെ 9 മാർക്കിനുള്ള ഉത്തരങ്ങൾ ഇവിടെ നിന്ന് എഴുതണം. Question number 25. What are the differences between aerobic respiration and anaerobic respiration? വായു ശ്വസനവും അവായു ശ്വസനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഈ ചോദ്യത്തിന് ഉത്തരം 230-231 പേജുകളിലായിട്ട് കിടക്കുന്നുണ്ട്. അത് ക്രോഡീകരിച്ചെടുത്താൽ താഴെ പറയും പോലെ 2 കോളങ്ങളിലായി വ്യത്യാസങ്ങൾ എഴുതാം. Differences between aerobic respiration and fermentation or anaerobic respiration. 2 കോളങ്ങളിലായിട്ട് ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നു. എയറോബിക് റെസ്പിറേഷൻ്റെ കോളം, അനറോബിക് റെസ്പിറേഷൻ്റെ കോളം. 1. Aerobic respiration occurs in presence of oxygen. Anaerobic respiration occurs in the absence of oxygen. Aerobic respiration causes complete oxidation of substrate. In anaerobic respiration, it causes incomplete oxidation of substrate. Aerobic respiration end products are carbon dioxide and water. In anaerobic respiration, end products are carbon dioxide, ethyl alcohol or lactic acid. In aerobic respiration, it yields more amount of energy. But in anaerobic respiration, it yields less energy. Aerobic respiration occurs partly in cytoplasm and the rest in mitochondria. Anaerobic respiration occurs in the cytoplasm only. In aerobic respiration, it results in 38 ATP molecules. And in anaerobic respiration, it results in 2 ATP molecules. During aerobic respiration occurs in higher organisms. Anaerobic respiration occurs in lower organisms and in muscle cells. ഏതെങ്കിലും 3 ജോഡി പോയിൻറ്റ്സ് എഴുതിയാൽ 3 മാർക്ക്. Question number 26. Given below is the floral formula of a plant in a particular family. താഴെ ഒരു സസ്യകുടുംബത്തിലെ ഒരു സസ്യത്തിൻ്റെ ഫ്ലോറൽ ഫോർമുലയാണ് നൽകിയിരിക്കുന്നത്. A. Identify the family. സസ്യകുടുംബത്തെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. B. Write any 2 floral characters of the family. ഈ സസ്യകുടുംബത്തിലെ പുഷ്പസംബന്ധിയായ 2 സവിശേഷതകൾ എഴുതുക. ഈ ചോദ്യത്തിനുത്തരം പുസ്തകത്തിൻ്റെ 78-79 പേജുകളിലായി കിടക്കുന്നുണ്ട്. അതിൽ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫ്ലോറൽ ഫോർമുല നോക്കിയാൽ അത് ഫാബേസിയെ ഫാമിലിയുടെ ഫ്ലോറൽ ഫോർമുലയാണെന്ന് മനസ്സിലാക്കാം. ഈ ഫ്ലോറൽ ഫോർമുല നോക്കിക്കൊണ്ട് നമുക്ക് ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലോറൽ ഫോർമുലയിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസും ഡിജിറ്റ്സും ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് വളരെ ഈസിയായി ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്. എങ്ങനെയാണ് ഇത് എഴുതുന്നത് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം.
ടെക്സ്റ്റ് ബുക്കിലെ എക്സ്പ്ലനേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി ഫ്ലോറൽ ഫോർമുലയുടെ എക്സ്പ്ലനേഷൻ തിയറിറ്റിക്കലായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നുവെന്ന് ടെക്സ്റ്റ് ബുക്കിലെ ടെക്സ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോക്കാം. ഫ്ലോറൽ ഫോർമുലയിലുള്ള ഫ്ലോറൽ ക്യാരക്ടേഴ്സ് മാച്ച് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ബൈസെക്ഷൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന പോയിൻ്റാണ് നമ്മുടെ ടെക്സ്റ്റിൽ. ആദ്യമായി ബൈസെക്ഷൽ, ദെൻ സൈഗോമോർഫിക്, പെർസെൻറ്റേജ് അടയാളത്തിൽ കൊടുത്തിരിക്കുന്ന ഫ്ലോറൽ ഫോർമുലയിലെ പാർട്ടാണ് സൈഗോമോർഫിക് എന്നുള്ളതിൻ്റെ സിമ്പൽ. അത് കഴിഞ്ഞതിന് ശേഷം കെ ഇൻഡിക്കേറ്റ്സ് ദി കാലിക്സ് കൺസിസ്റ്റ് ഓഫ് സെപ്പൽസ് 5. അത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം അത് ഗാമോസെപ്പാലസ് ആണ്. അടുത്തത് കൊറോള. സി ഇൻഡിക്കേറ്റ്സ് കൊറോള കൺസിസ്റ്റ് ഓഫ് 5 petals, polypetalous. It consists of a posterior standard petal, 2 lateral wing petals and 2 anterior keel petals which are united. Next symbol is A. A indicates androecium. A is having 9+1 condition, 9 united. 9+1 means 9 stamens united, 1 free. This condition is called a diadelphous condition. Next, G1 having an underline. G indicates gynoecium. 1 indicates monocarpellary, that means 1 carpel only. The line under the G indicates gynoecium is having ovary which is superior ovary. ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം ഫാബിയസെ ഫാമിലിയുടേതാണ്. ഈ ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. Question number 27. The figure shown below is the diagrammatic view of an important phase of mitosis. മൈറ്റോസിസിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എ. ഐഡൻറ്റിഫൈ ദി ഫേസ്, ഈ ഘട്ടത്തിൻ്റെ പേരെഴുതുക. ബി. വാട്ട് ആർ ദി കീ ഇവൻറ്റ്സ് ഒക്കറിങ് ഡ്യൂറിങ് ദിസ് ഫേസ്. ബി. ഈ ഘട്ടത്തിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടാവുന്നത് ടെക്സ്റ്റ് ബുക്കിലെ 165 പേജിലാണ്. അവിടെ കൊടുത്തിരിക്കുന്ന പടങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും താഴെയുള്ള പടമാണ് മെറ്റാഫേസ് സ്റ്റേജ് കാണിക്കുന്നത്. മൈറ്റോസിസിൻ്റെ മെറ്റാഫേസ് സ്റ്റേജാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ദി ആൻസർ ടു എ പാർട്ട് ഈസ് മെറ്റാഫേസ് സ്റ്റേജ്. ആൻഡ് ദി 2 key features of the metaphase are: 1. Spindle fibers attached to kinetochores of chromosomes. And number 2, chromosomes are moved to spindle equator and get aligned along metaphase plate through spindle fibers to both poles. Question number 28. What are the criteria used for identifying essentiality of elements? മൂലകങ്ങളുടെ ആവശ്യകത നിർണ്ണയിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാം? ആൻസർ. ദി ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റിയുടെ ആൻസർ പേജ് നമ്പർ 195 ഉണ്ട്. അതിങ്ങനെ നമുക്ക് വായിക്കാം. ദി ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് an element are given below. A. The element must be absolutely necessary for supporting normal growth and reproduction. In the absence of the element, the plants do not complete their life cycle or set the seeds. രണ്ടാമത്തെ ക്രൈറ്റീരിയ, the requirement of the element must be specific and not replaceable by any other element. In other words, deficiency of any one element cannot be met by supplying some other element. മൂന്നാമത്തെ ക്രൈറ്റീരിയ, the element must be directly involved in the metabolism of the plant. ഈ 3 ക്രൈറ്റീരിയകളും എഴുതിയാൽ 3 മാർക്ക്. Question number 29. The respiratory quotient depends upon the types of substrate used during respiration. ശ്വസന പ്രവർത്തനം നടക്കുന്ന സമയത്ത് ശ്വസന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തുവിനനുസരിച്ച് റെസ്പിറേറ്ററി കോഷ്യൻ്റ് വ്യത്യാസപ്പെടുന്നു. എ. ഡിഫൈൻ RQ, റെസ്പിറേറ്ററി കോഷ്യൻ്റ്. എന്താണ് റെസ്പിറേറ്ററി കോഷ്യൻ്റ്? ബി. വാട്ട് ഈസ് ദി RQ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഡ്യൂറിങ് റെസ്പിറേഷൻ?
ശ്വസന പ്രവർത്തനത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്താണ്? റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്ന ടോപ്പിക്ക് 237 പേജുകളിലായി കിടക്കുന്നുണ്ട്. റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്നാൽ ദി റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവോൾവ്ഡ് to the volume of oxygen consumed in respiration is called the respiratory quotient RQ or respiratory ratio. RQ equals volume of carbon dioxide evolved divided by volume of oxygen consumed. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, വാട്ട് ഈസ് ദി RQ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഡ്യൂറിങ് റെസ്പിറേഷൻ? തന്നിരിക്കുന്ന ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ C6H12O6 plus 6O2 gives 6CO2 plus 6H2O plus energy. ഇത് RQൻ്റെ ഇക്വേഷൻ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ RQ ഈക്വൽസ് 6CO2 ഡിവൈഡ് ബൈ 6O2 6/6 is equal to 1. When the carbohydrate is the respiratory substrate, material is completely oxidized, the RQ will be 1 because equal amounts of carbon dioxide and oxygen are evolved and consumed. Question number 30. The various functions of plant growth regulators are given below. Arrange them under suitable columns in the table provided. സസ്യ ഹോർമോണുകളുടെ വിവിധ ധർമ്മങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ള പട്ടികയിൽ ക്രമീകരിക്കുക. 1. Internode elongation of sugarcane. 2. Promotes cell division. 3. Bolting. 4. Apical dominance. 5. Initiate rooting in stem cutting. 6. Overcome apical dominance. പ്ലാന്റ് ഹോർമോണായ ഓക്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ 248 പേജിലാണുള്ളത്. They help to initiate rooting in stem cuttings. In most hair plants, the growing apical bud inhibits the growth of lateral buds, a phenomenon called apical dominance. Gibberellins in page number 249. Spraying sugarcane with gibberellins increases the length of the stem, thus increasing the yield. And also gibberellins also promotes bolting, internode elongation just prior to the flowering of beet, cabbages and many plants with a rosette habit. സൈറ്റോകൈനിൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് 249-250 പേജുകളിൽ കാണാം. നാച്ചുറൽ സൈറ്റോകൈനിൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ റീജിയൻസ് വെയർ റാപ്പിഡ് സെൽ ഡിവിഷൻ occurs. Cytokinins help overcome the apical dominance. ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരാം. ഓക്സിൻ A. Initiate rooting in stem cutting. B. Apical dominance. Gibberellin, internode elongation of sugarcane and bolting. Cytokinin, promote cell division and overcome apical dominance. ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് എടുത്ത് എഴുതുകയേ വേണ്ടൂ. ഇരട്ടി ചോദ്യങ്ങളുള്ള ഈ ചോദ്യപേപ്പറിൽ നിന്നും നിങ്ങൾക്ക് മാക്സിമം സ്കോർ നേടാൻ കഴിഞ്ഞു എന്ന് കരുതട്ടെ. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ്, like and share Raju Science World for more videos.